വെൽക്കം ബാക്ക് സ്റ്റുഡൻസ്. KT എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സ് ലാസ്റ്റ് നടന്ന എക്സാം, അതായത് 2024 ഡിസംബറിൽ നടന്ന സപ്ലൈ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമ്മൾ നേരെ മൊഡ്യൂൾ 1ലെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഈ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ലൈൻ AB 90 mm long ഈസ് ഇൻക്ലൈൻഡ് അറ്റ് 45 degree to HP and its top view makes an angle of 60 degree with VP. The end A is in HP and 12 mm in front of VP. Draw its front view through inclination with VP and traces. ഓക്കെ, ഇതാണ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് നമുക്ക് ഗിവൺ ഡേറ്റാസ് എഴുതാം. ഓക്കെ, ഗിവൺ ഡേറ്റാസ് ആകുമ്പോൾ ലൈൻ AB 90 mm long, അതായത് ആ ലൈൻ്റെ ട്രൂ ലെങ്ത് ആണ് പറഞ്ഞിരിക്കുന്നത്. ലൈൻ AB 90 mm. ഓക്കെ, ട്രൂ ലെങ്ത് ഗിവൺ ആണ്. ദെൻ ഇൻക്ലൈൻഡ് 45 degree to HP, അതായത് തീറ്റ തന്നിട്ടുണ്ട് 45 degree. And its top view makes an angle of 60 degree with VP. ഓക്കെ, ടോപ്പ് വ്യൂവിൻ്റെ ആംഗിൾ ആണ്. ടോപ്പ് വ്യൂവിൻ്റെ ആംഗിൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ബീറ്റയാണ് തന്നിരിക്കുന്നത്. ബീറ്റ തന്നിരിക്കുന്നത് 60 degree. The end A is in HP and 12 mm in front of VP. ഓക്കെ, end A എന്ന് പറയുന്നത് HP-ലാണ്, 12 mm in front of VP. ഓക്കെ, നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ ക്വസ്റ്റ്യനിൽ 5 പാരാമീറ്റേഴ്സ് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും സോൾവ് ചെയ്യാൻ പറ്റും. നേരെ എക്സലിംഗ് വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ നേരത്തെ ലൈൻ റൊട്ടേഷൻ്റെ നമ്മളെപ്പോഴും യൂസ് ചെയ്യുന്ന ജനറൽ ഫിയർ ഉണ്ട്. ഓക്കെ, ഇതിൻ്റെ അപ്പോൾ ഗിവൺ ഡേറ്റാസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ട്രൂ ലെങ്ത് തന്നിട്ടുണ്ട് AB വന്നിട്ടുണ്ട് 90 mm. ട്രൂ ലെങ്ത് വരുന്നത് A', B1'ഉം AB2. ഓക്കെ, നമുക്ക് A', B1' ലെങ്ത് 90 ആണ്, AB2 90 ആണ്. പക്ഷേ അത് വരയ്ക്കാൻ നമുക്ക് തീറ്റ ആംഗിൾ ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, 45 degree എടുത്തിട്ട് A', B1' വരയ്ക്കാം. ദെൻ താഴത്തെ ട്രൂ ലെങ്ത് വരയ്ക്കാൻ വേണ്ടി നമുക്ക് ഫൈ ഇല്ല, പകരം ബീറ്റ ആണുള്ളത്. ഓക്കെ, നമുക്ക് എന്തായാലും അറിയാവുന്ന ഡേറ്റാസ് എന്ന് വെച്ചാൽ A', Aയിൽ ലൊക്കേറ്റ് ചെയ്യാം. ഓക്കെ, ദെൻ തീറ്റ ഉണ്ട്, അതായത് ഇവിടുത്തെ തീറ്റ ആംഗിൾ ഉണ്ട്. തീറ്റ ഡിഗ്രി എടുത്തിട്ട് ട്രൂ ലെങ്ത് A', B1' 90 mm വരയ്ക്കാം. ദെൻ താഴോട്ട് വരച്ച് കഴിഞ്ഞാൽ Aക്ക് നേരെ ആകുമ്പോൾ B1 കിട്ടും. ഓക്കെ, ദെൻ നമുക്ക് ടോപ്പ് വ്യൂവിൻ്റെ ആംഗിളാണ് തന്നിരിക്കുന്നത്. ഓക്കെ, ഇത് വെച്ചിട്ട് നമുക്ക് നേരെ സൊല്യൂഷൻ വരയ്ക്കാം. ഓക്കെ, ഫസ്റ്റ് A' എന്നുള്ള പോയിന്റ് ഓൺ HP ആണ്, അതായത് A ഓൺ HP ആണ്. അതിൻ്റെ ഫ്രണ്ട് വ്യൂ എക്സ് ലൈനിൽ തന്നെ ആയിരിക്കും വരിക. അപ്പോൾ എക്സ് ലൈനിൽ ഒരു പോയിന്റ് മാർക്ക് ചെയ്യാം, നെയിം ചെയ്യാം A'. ഓക്കെ, ദെൻ A എന്നുള്ള പോയിന്റ് 12 mm ഇൻ ഫ്രണ്ട് ഓഫ് VP. ഇപ്പോൾ നേരെ എക്സ് ലൈനിന് താഴേക്ക് 12 mm എടുക്കുക. A എന്നുള്ള പോയിന്റ് കിട്ടി. ദെൻ നമുക്ക് തീറ്റ അറിയാം, തീറ്റയിൽ വരയ്ക്കേണ്ട ലൈൻ്റെ ലെങ്തും അറിയാം. ഓക്കെ, തീറ്റ 45 degree ആണ്. ഡിഗ്രിയിൽ വരയ്ക്കേണ്ട ലെങ്ത് എന്ന് പറയുന്നത് 90 mm ആണ്. ഓക്കെ, ഇവിടെ നേരെ 90 mm ലൈൻ വരയ്ക്കുക. ഓക്കെ, അപ്പം ആ കിട്ടിയ പോയിൻ്റാണ് B1'. ഓക്കെ, B1' കിട്ടി കഴിഞ്ഞാൽ നമ്മൾ നേരെ വരയ്ക്കാൻ പോകുന്നത് B1 ആണ്. B1 കിട്ടാൻ വേണ്ടി B1' ഇവിടെ നേരെ താഴേക്ക് ലൈൻ വരയ്ക്കുക. Aക്ക് പാരലാവുന്ന വരെ വരയ്ക്കണം, അപ്പോഴാണ് നമുക്ക് B1 കിട്ടുക. ഇവിടെ താഴേക്ക് ലൈൻ വരച്ചു. Aക്ക് പാരലാവുന്ന പോയിൻ്റാണ് B1. ഇത് ഇത്രയും വരച്ച് കഴിഞ്ഞാൽ നമുക്കിനിയുള്ളത് ബീറ്റയാണ് തന്നിരിക്കുന്നത്. പക്ഷേ ബീറ്റയിൽ വരയ്ക്കേണ്ട AB-യുടെ ലെങ്ത് ഇല്ല. നമുക്ക് എന്തറിയാം, AB1 അറിയാം. AB1 തന്നെയാണ് ഇവിടെ വരിക, AB അതായത് ടോപ്പ് വ്യൂവിലും വരുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ ബീറ്റ ഡിഗ്രിയുടെ ലൈൻ ജസ്റ്റ് വരച്ചിടുക. ദെൻ ഈ ലെങ്ത് റൊട്ടേറ്റ് ചെയ്താൽ, അതായത് ഈ സെയിം ലെങ്ത് AB1 തന്നെയാണല്ലോ AB-യിലും വരുന്നത്. AB1 ഓൾറെഡി നമ്മുടെ കയ്യിലുണ്ട്. ഇപ്പോൾ എന്ത് ചെയ്യാം, ഇത് 60 degree റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ B എന്നുള്ള പോയിന്റ് കിട്ടും. ദെൻ B എന്നുള്ള പോയിന്റ് നേരെ മുകളിലോട്ട് എടുത്താൽ B1' നേരെ വരുമ്പോഴത്തേക്കും B' കിട്ടും. ഓക്കെ, ദെൻ നമുക്ക് ബാക്കി വരയ്ക്കാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് ടോപ്പ് വ്യൂ എടുക്കുക, അതായത് നമുക്ക് ഡിഗ്രി തന്നിട്ടുണ്ട് 60 degree ആണ് ബീറ്റ. ഓക്കെ, ബീറ്റ ഡിഗ്രിയിൽ
AB1 എന്നുള്ള ലൈനെ റൊട്ടേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ടോപ്പ് വ്യൂ കിട്ടും. ഓക്കെ, അതിന് വേണ്ടി നമുക്കൊരു 60 ഡിഗ്രിയാണ് ബീറ്റ തന്നിരിക്കുന്നത്. 60 ഡിഗ്രി മാർക്ക് ചെയ്യാം. $60 ജസ്റ്റ് ഒരു ലൈൻ വരച്ചിടുക. ഇതിൻ്റെ അകത്തോട്ട് ഈ ഒരു ലൈൻ, അതായത് ഈ B1 എന്നുള്ള ലൈൻ തന്നെയാണ് ടോപ്പ് വ്യൂവിൻ്റെ ലെങ്ത് എന്നറിയാം. ഓക്കെ, അപ്പോൾ ആ ലൈൻ റൊട്ടേറ്റ് ചെയ്ത് 60 ഡിഗ്രിയിലേക്ക് കൊണ്ടുവരിക. ബി കിട്ടിയ പോയിൻ്റാണ് ഫൈനൽ ടോപ്പ് വ്യൂ B എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് B കിട്ടിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് നമുക്ക് ഡയറക്റ്റ്ലി B' മാർക്ക് ചെയ്യാം. അതിനുവേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്നത് Bയിൽ നിന്ന് നേരെ മുകളിലോട്ട് ലൈൻ വരയ്ക്കുക. B1' നേരെ ആകുമ്പോഴാണ് നമുക്ക് B' കിട്ടുക. ഓക്കെ, ഇപ്പം Bയിൽ നിന്ന് നേരെ മുകളിലോട്ട് ലൈൻ വരയ്ക്കുക. B1' നേരെ ആവുന്ന നമ്മൾ വരയ്ക്കണം. നമ്മൾ B1' ഇവിടെ ഉണ്ട്. ഇത് രണ്ടോടെ മീറ്റ് ചെയ്ത് ഈ ഒരു പോയിൻ്റ് ആയിരിക്കും ഫൈനൽ ഫ്രണ്ട് വ്യൂ B'. ദെൻ A', B' ജോയിൻ ചെയ്യാം. ABയും ഡയറക്റ്റായിട്ട് ജോയിൻ ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് താഴത്തെ ട്രൂ ലെങ്ത് കിട്ടാൻ വേണ്ടി A', B' റൊട്ടേറ്റ് ചെയ്യാം. ഓക്കെ, ഇവിടെ നമ്മൾ നോക്കുമ്പോൾ അറിയാം നമുക്ക് A', B' റൊട്ടേറ്റ് ചെയ്ത് A' പാരലായി കഴിഞ്ഞാൽ B2' കിട്ടും. ദെൻ അത് താഴേക്ക് വരച്ചാൽ B2 കിട്ടും. അപ്പോൾ താഴത്തെ ട്രൂ ലെങ്ത് ലൈനെ നമുക്ക് മാർക്ക് ചെയ്യാം. ഓക്കെ, then അതിന് വേണ്ടി നമുക്ക് A', B' ഉണ്ട്. അതിന് റൊട്ടേറ്റ് ചെയ്ത് A' പാരലാക്കണം. A' എന്ന് പറഞ്ഞാൽ XY ലൈനിൽ തന്നെയാണ്. അപ്പോൾ നേരെ XY ലൈനിലോട്ടായിരിക്കും നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യേണ്ടി വരിക. ഓക്കെ, A', B' ലെങ്ത് കോമ്പസിൽ എടുക്കുക. XY ലൈനിൽ മീറ്റ് ചെയ്യുന്ന പോയിൻ്റ് ആയിരിക്കും B2'. ഓക്കെ, then B2 കിട്ടാൻ വേണ്ടി B2' നേരെ താഴേക്ക് എക്സ്റ്റെൻഡ് ചെയ്യണം. ഫൈനൽ ടോപ്പ് വ്യൂ, അതായത് Bയുടെ പാരലാകുന്ന വരെ എക്സ്റ്റെൻഡ് ചെയ്യണം. ഓക്കെ, B നമുക്കിവിടെ ഉണ്ട്. Bക്ക് പാരലി എക്സ്റ്റെൻഡ് ചെയ്യാം. ഈ കിട്ടുന്ന പോയിൻ്റാണ് B2. ഇപ്പോൾ B2 കിട്ടി. ദെൻ AB2, അതായത് ട്രൂ ലെങ്ത് വിത്ത് VP നമ്മുടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ AB2 ജോയിൻ ചെയ്യാം. AB2 നമുക്കറിയാം 90 mm ആയിരിക്കും വരേണ്ടത്. അത് കറക്റ്റാണ്, കറക്റ്റ് 90 mm ആയിരിക്കും AB2 വരെ. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്ന എല്ലാം കംപ്ലീറ്റ് ചെയ്തു. ദെൻ ട്രേസസ് ലൊക്കേറ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. ഓക്കെ, ഫ്രണ്ട് വ്യൂ വരച്ച് ട്രൂ ഇൻക്ലിനേഷൻ വിത്ത് VP ആൻഡ് ട്രേസസ് ആണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ ട്രേസ് ലൊക്കേറ്റ് ചെയ്യാം. ട്രേസ് ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്കറിയാം ട്രേസ് ലൊക്കേറ്റ് ചെയ്യുന്നത് HT ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടി ഫ്രണ്ട് വ്യൂ എക്സ്റ്റെൻഡ് ചെയ്യുക. XY മീറ്റ് ചെയ്യുന്നത് സ്മോൾ H'. ദെൻ അവിടെ ഒരു പെർപെൻഡിക്കുലർ വരിക. ആ പെർപെൻഡിക്കുലറിലേക്ക് ടോപ്പ് വ്യൂ ഒന്ന് മീറ്റ് ചെയ്യുന്ന പോയിൻ്റാണ് HT. ഇത് തന്നെയാണ് VTയിലും വരിക. ഓക്കെ, നമുക്ക് വരച്ച് നോക്കാം. ഫസ്റ്റ് ഫ്രണ്ട് വ്യൂ എക്സ്റ്റെൻഡ് ചെയ്യുക. XY മീറ്റ് ചെയ്യുന്ന പോയിന്റ്. ഇവിടെ നമുക്ക് ഫ്രണ്ട് വ്യൂ എക്സ്റ്റെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം ഓൾറെഡി ഫ്രണ്ട് വ്യൂ XY മീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ തന്നെ എനിക്ക് എന്ത് വരിക, സ്മോൾ H' വരിക. ഓക്കെ, H' ഇവിടെ വന്നു കഴിഞ്ഞാൽ അവിടെ നമുക്ക് പെർപെൻഡിക്കുലർ വരച്ചിട്ട് ആ പെർപെൻഡിക്കുലറിലേക്കാണ് ടോപ്പ് മീറ്റ് ചെയ്യേണ്ടത്. ഇവിടെ ഓൾറെഡി പെർപെൻഡിക്കുലർ ലൈൻ കൊണ്ട് ടോപ്പ് ഒന്ന് മീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ പോയിന്റ് തന്നെ ആയിരിക്കും HT വരിക. നമുക്ക് HT ഇപ്പം ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു. ദെൻ VT കിട്ടാൻ വേണ്ടി ടോപ്പ് വ്യൂ എക്സ്റ്റെൻഡ് ചെയ്യാം. ടോപ്പ് വ്യൂ ഇവിടെ ഉണ്ട്. ടോപ്പ് വ്യൂ എക്സ്റ്റെൻഡ് ചെയ്ത് XY ലൈനെ മീറ്റ് ചെയ്യുന്ന പോയിന്റിൽ നമ്മളൊരു സ്മോൾ V മാർക്ക് ചെയ്യും. ആ വിയിലൂടെ നമ്മൾ XY ലൈൻ ദെൻ ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കാം. ഈ പെർപെൻഡിക്കുലറിലേക്ക് ഫ്രണ്ട് വ്യൂ എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ മീറ്റ് ചെയ്യുന്ന പോയിൻ്റാണ് വെർട്ടിക്കൽ റേസ്. ഫ്രണ്ട് വ്യൂ എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ ഇവിടെയാണ് മീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് അതിൻ്റെ വെർട്ടിക്കൽ റേസ്. അപ്പോൾ ഇതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ നമുക്കൊന്നും ആംഗിൾസ് ഒന്നും എടുത്ത് ചോദിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ ആംഗിൾസ് ഒന്നും മെഷർ ചെയ്തിരുന്നില്ല. ഡ്രോ ഇറ്റ്സ് ഫ്രണ്ട് വ്യൂ, ട്രൂ ഇൻക്ലിനേഷൻ വിത്ത് VP ആൻഡ് ട്രേസസ്. അതായത് ഫ്രണ്ട് വ്യൂ വരയ്ക്കുക, ട്രൂ ഇൻക്ലിനേഷൻ വിത്ത് VP, അതായത് AB2 ലൈൻ വരയ്ക്കുക, ദെൻ ട്രേസ് ലൊക്കേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയി. നമുക്കിനി ഇതിൻ്റെ ഓർ ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ. End of a line AB is 16 mm above HP and 20 mm in front of VP, while the other end B is 60 mm above HP and 50 mm in front of VP. If the end projectiles are at a distance of 70 mm, find the true length, true inclination and traces of the line.
ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യനിൽ എൻ്റെ എ എന്നായിരിക്കും ഉദ്ദേശിച്ചത്, എ മിസ്സായി പോയതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ലൈൻ റൊട്ടേഷൻ വെച്ചും പ്ലെയിൻ റൊട്ടേഷൻ മെത്തേഡ് വെച്ചും ചെയ്യാവുന്നതാണ്. കാരണം നമുക്ക് തന്നിരിക്കുന്നത് എൻ്റെ എയുടെ 2 ഡിസ്റ്റൻസ് ഉണ്ട്, എൻ്റെ ബിയുടെ 2 ഡിസ്റ്റൻസ് ഉണ്ട്, ദെൻ ഈ ഡിസ്റ്റൻസും ഉണ്ട്, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എൻ്റെ പ്രൊജക്ടർ ഡിസ്റ്റൻസ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പ്ലെയിൻ റൊട്ടേഷൻ വെച്ചും ചെയ്യാം, ലൈൻ റൊട്ടേഷൻ വെച്ചും ചെയ്യാം. നമുക്ക് സിമ്പിൾ പ്ലെയിൻ റൊട്ടേഷൻ വെച്ച് ചെയ്യുന്നതായിരിക്കും. നമുക്ക് പ്ലെയിൻ റൊട്ടേഷൻ വെച്ച് ചെയ്യാൻ നോക്കാം. ഫസ്റ്റ് ഗിവൻ ഡാറ്റാസ് എഴുതുക. എൻ്റെ എ ഓഫ് എ ലൈൻ ഈ 60 mm എബോ HP. ഓക്കെ, അപ്പോൾ എൻ്റെ എ എന്ന് പറയുന്ന പോയിന്റ് 60 mm എബോ HP, 50 mm ഇൻ ഫ്രണ്ട് ഓഫ് VP. 16 mm എബോ HP. ബി ആണ് പറയുന്നത്. 16 mm എബോ HP, 20 mm ഇൻ ഫ്രണ്ട് ഓഫ് VP ആണ്. 20 mm in front of VP. Then end B 60 mm above HP and 50 mm in front of VP ആണ്. then distance between end projector വന്നിട്ടുണ്ട് 70 mm. ഓക്കെ, ഇത്രയാണ് നമ്മുടെ ഗിവൻ ഡാറ്റാസ്. 5 ഡാറ്റാസ് നമുക്കുണ്ട്. നമുക്ക് നേരെ സൊല്യൂഷനിലേക്ക് പോകാം. ഞാൻ പറഞ്ഞ് 2 മെത്തേഡ് വെച്ചും വരയ്ക്കാൻ പറ്റും, പക്ഷെ നമുക്ക് പ്ലെയിൻ റൊട്ടേഷൻ ആയിരിക്കും കുറച്ചുകൂടി എളുപ്പം. നമുക്ക് ഫസ്റ്റ് എക്സെൽ വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. ദെൻ ഫസ്റ്റ് പോയിന്റ് എ എന്ന് പറയുന്നത് 16 mm എബോ HP ആണ്, 20 mm ഇൻ ഫ്രണ്ട് ഓഫ് VP ആണ്. ഓക്കെ, അപ്പോൾ 16 mm മുകളിലേക്ക് വരയ്ക്കാം. 16 mm above HP and 20 mm in front of VP. മുകളിൽ A'. ദെൻ എൻഡ് പ്രൊജക്ടർ ഡിസ്റ്റൻസ് ആണ് തന്നിരിക്കുന്നത്. എൻഡ് പ്രൊജക്ടർ ഡിസ്റ്റൻസ് എന്ന് നമുക്കറിയാം, A' ലൈനും B' ലൈനിൻ്റെ ഇടയ്ക്കുള്ള ഈ ഒരു ലെങ്താണ് എൻഡ് പ്രൊജക്ടർ ഡിസ്റ്റൻസ്. അത് തന്നിട്ടുണ്ട് 70 mm. അപ്പോൾ 70 mm ഡിസ്റ്റൻസിലായിരിക്കും B'യുടെ പ്രൊജക്ടർ വരിക. ഇപ്പോഴും നേരെ 70 mm ഡിസ്റ്റൻസ് എടുക്കാം. 70 mm ഡിസ്റ്റൻസിലായിരിക്കും B' Bയും വരിക. B' Bക്ക് ജസ്റ്റ് ഒരു ലൈൻ വരച്ചിടാം. കറക്റ്റ് ലെങ്ത് ഉണ്ട്. B' എന്ന് പറയുന്നത് B എന്നുള്ള പോയിന്റ് 60 mm എബോ HP ആണ്. ദാറ്റ് മീൻസ് എക്സ് ലൈന് 60 mm മുകളിലായിരിക്കും. ഓക്കെ, 60 mm മുകളിലാണ് B' എന്നുള്ള പോയിന്റ് വരിക. ദെൻ താഴോട്ട് 50 mm താഴെയാണ് ടോപ്പ് വ്യൂ B വരിക. ടോപ്പ് വ്യൂ B ഇവിടെ കിട്ടി. ദെൻ ഫ്രണ്ട് ടോപ്പ് വ്യൂസും ജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പം ഫ്രണ്ട് ടോപ്പ് കംപ്ലീറ്റ് ആയി. ദെൻ നമുക്ക് ഇതിൻ്റെ അകത്ത് ലൈൻ റൊട്ടേഷനോ പ്ലെയിൻ റൊട്ടേഷനോ യൂസ് ചെയ്യാമെന്ന് പറഞ്ഞു. ഞാനിപ്പോൾ പ്ലെയിൻ റൊട്ടേഷനാണ് യൂസ് ചെയ്യുന്നത്. ഈ പ്ലെയിൻ റൊട്ടേഷൻ മെത്തേഡ് നമുക്കറിയാം. ആദ്യം പെർപെൻഡിക്കുലേഴ്സ് വരയ്ക്കുകയാണ് ചെയ്യുക. നമുക്ക് 4 പോയിന്റ്സിനും പെർപെൻഡിക്കുലേഴ്സ് വരയ്ക്കാം. താഴോട്ട് വരയ്ക്കാം, മുകളിലോട്ടും വരയ്ക്കാം. ഞാൻ ഇപ്പോൾ താഴോട്ട് വരയ്ക്കുന്നത്, കാരണം സ്പേസിൻ്റെ കുറവ് കാരണം താഴോട്ട് എടുത്താണ് വരയ്ക്കുന്നത്. മുകളിലോട്ട് വരച്ചാൽ ഓവർലാപ്പ് ചെയ്യാതെ വേണമെങ്കിൽ മുകളിലോട്ട് കിട്ടും. ഓക്കെ, ഇപ്പോൾ നമ്മൾ തൽക്കാലം താഴേക്ക് വരയ്ക്കാം. ഓക്കെ, ഈ പെർപെൻഡിക്കുലറിൽ മാർക്ക് ചെയ്യുന്ന ഡിസ്റ്റൻസ് നമുക്കറിയാം. A' മാർക്ക് ചെയ്യുന്ന ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ XY ലൈൻ തൊട്ട് കറസ്പോണ്ടിങ് ടോപ്പ് വ്യൂയിലേക്കുള്ള ഡിസ്റ്റൻസ്, അതായത് A വരെ ഡിസ്റ്റൻസ് ആണ് A' മാർക്ക് ചെയ്യേണ്ടത്. ഓക്കെ, ഈ ലെങ്ത് കോമ്പസിലെടുക്കാം. A' എന്നൊരു അത് കട്ട് ചെയ്യാം. ഓക്കെ, ദെൻ B' മാർക്ക് ചെയ്യേണ്ട ഡിസ്റ്റൻസ് XY ലൈൻ തൊട്ട് സ്മോൾ B വരെ ഡിസ്റ്റൻസ് ആണ്. ആ ഡിസ്റ്റൻസ് കോമ്പസിലെടുക്കുക, B' മാർക്ക് ചെയ്യുക, B കിട്ടും. ഇപ്പോൾ ഇത് നമ്മൾ ക്യാപിറ്റൽ A എന്ന് ഡിനോട്ട് ചെയ്യുന്നു, ക്യാപിറ്റൽ B എന്ന് ഡിനോട്ട് ചെയ്യുന്നു. AB ജോയിൻ ചെയ്യാം.
നമുക്ക് ഒരു ട്രൂ ലെങ്ത് കിട്ടി, ഫ്രണ്ട് വ്യൂ ഓപ്പറേറ്റഡ് ട്രൂ ലെങ്ത് നമുക്ക് കിട്ടി. ദെൻ ഇതുപോലെ തന്നെ ടോപ്പ് വ്യൂ ഓപ്പറേറ്റഡ് ട്രൂ ലെങ്ത് വരയ്ക്കാം. ഓക്കെ, ഇത് നമുക്കും നേരത്തെ പറഞ്ഞതിന് മുകളിലോട്ടോ താഴോട്ടോ വരയ്ക്കാം. ഓക്കെ, നമുക്ക് സ്പേസ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ മുകളിലേക്ക് തന്നെയാണ് വരയ്ക്കുക. പക്ഷേ നിങ്ങൾ എക്സാമിന് ചെയ്യുമ്പോൾ മാക്സിമം താഴേക്ക് വരയ്ക്കുക. ഇത് താഴേക്കും ഇത് മുകളിലേക്കും വരച്ച് കഴിഞ്ഞാൽ രണ്ടും ഓവർലാപ്പ് ചെയ്യാതെ കുറച്ചുകൂടെ നീറ്റായിട്ട് ഫിഗർ കിട്ടും. ഇപ്പോൾ ഞാൻ എ ബി വരയ്ക്കുമ്പോൾ എ ബി ആയിട്ട് ഓവർലാപ്പ് ചെയ്യാൻ ചാൻസസ് ഉണ്ട്. അപ്പോൾ എക്സാമിന് ചെയ്യുമ്പോൾ മാക്സിമം ഈ ഒരു ഡയറക്ഷനിലേക്ക് തന്നെ എക്സ്റ്റെൻഡ് ചെയ്യാൻ നോക്കുക. ദെൻ പെർപെൻഡിക്കുലേഴ്സ് വരയ്ക്കാം, സ്മോൾ എയിലും സ്മോൾ ബിയിലും. ഓക്കെ, രണ്ട് പെർപെൻഡിക്കുലേഴ്സ് വരച്ചു. കറസ്പോണ്ടിങ് ഡിസ്റ്റൻസ് മാർക്ക് ചെയ്യാം. സ്മോൾ എയുടെ പെർപെൻഡിക്കുലർ മാർക്ക് ചെയ്യുന്ന ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എക്സ് ലൈൻ തൊട്ട് അതിൻ്റെ കറസ്പോണ്ടിങ് ഫ്രണ്ട് എ ഡാഷ് ഒരു ഡിസ്റ്റൻസ് എടുക്കുക. സ്മോൾ എയുടെ പെർപെൻഡിക്കുലറിൽ മാർക്ക് ചെയ്യുക. ദെൻ സ്മോൾ ബിയുടെ പെർപെൻഡിക്കുലർ മാർക്ക് ചെയ്യേണ്ട 60 mm. ഈ ഡിസ്റ്റൻസ് നമുക്ക് അറിയാം 60 mm ആണ്. അല്ലെങ്കിൽ എക്സ് ലൈൻ തൊട്ട് ബി ഡാഷ് ഒരു ഡിസ്റ്റൻസ് എടുക്കുക. സ്മോൾ ബിയുടെ പെർപെൻഡിക്കുലറിൽ മാർക്ക് ചെയ്യുക. ബി കിട്ടിയ പോയിൻ്റാണ് നമുക്ക് നേരത്തെ കിട്ടിയതാണ്. ഇതിപ്പം പുതിയ ഇത് ന്യൂ ബി പുതിയതായിട്ട് കിട്ടിയ എ ബി ജോയിൻ ചെയ്യാം. ഓക്കെ, നമുക്കിപ്പോൾ ഫ്രണ്ട് വ്യൂ ഓപ്പറേറ്റഡ് ട്രൂ ലെങ്തും ടോപ്പ് വ്യൂ ഓപ്പറേറ്റഡ് ട്രൂ ലെങ്തും കിട്ടി. ദെൻ നമുക്ക് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് ട്രേസസ് കണ്ടുപിടിക്കുകയാണ്. ഫൈൻഡ് ദ ട്രൂ ലെങ്ത്. ട്രൂ ലെങ്ത് നമുക്ക് ഓൾറെഡി കിട്ടി. ഈ എ ബി അല്ലെങ്കിൽ ഈ എ ബി മെഷർ ചെയ്താൽ ലൈനിൻ്റെ ട്രൂ ലെങ്ത് നമുക്ക് കിട്ടും. ദെൻ ട്രൂ ഇൻക്ലിനേഷൻസ് നമുക്ക് കണ്ടുപിടിക്കുക. അതിന് മുമ്പ് ട്രേസസ് ഓഫ് ദ ലൈൻ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടോ. ഓക്കെ, നെക്സ്റ്റ് ട്രേസ് ലൊക്കേറ്റ് ചെയ്യാം. ട്രേസ് നമുക്കറിയാം ഫ്രണ്ട് വ്യൂ ഓപ്പറേറ്റഡ് ട്രൂ ലെങ്തും എക്സ്റ്റെൻഡ് ചെയ്ത് മീറ്റ് ചെയ്യുന്ന പോയിൻ്റാണ് വെർട്ടിക്കൽ ട്രേസ് എന്നറിയാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഫ്രണ്ട് വ്യൂ എക്സ്റ്റെൻഡ് ചെയ്യാം. ഫ്രണ്ട് വ്യൂ ഓപ്പറേറ്റഡ് ട്രൂ ലെങ്ത്, അതായത് ഈ എ ബി എക്സ്റ്റെൻഡ് ചെയ്യുക. ഫ്രണ്ട് വ്യൂവിൻ്റെ മുകളിൽ വരച്ചാണ് ആ ട്രൂ ലെങ്ത് എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ രണ്ടുകൂടെ മീറ്റ് ചെയ്യുന്ന പോയിൻ്റാണ് വി ടി. ഓക്കെ, ഇവിടുത്തെ ആംഗിൾ 5 ആണെന്നറിയാം. 5 നമുക്ക് മെഷർ ചെയ്യാം. നമുക്ക് എച്ച് ടി കൂടെ ലൊക്കേറ്റ് ചെയ്യാം. എച്ച് ടി കിട്ടാൻ വേണ്ടി ടോപ്പ് വ്യൂ എക്സ്റ്റെൻഡ് ചെയ്യാം. ടോപ്പ് വ്യൂ ഓപ്പറേറ്റഡ് ട്രൂ ലെങ്ത് എക്സ്റ്റെൻഡ് ചെയ്യാം. ടോപ്പ് വ്യൂ ഓപ്പറേറ്റഡ് ട്രൂ ലെങ്ത് പറഞ്ഞാൽ ടോപ്പ് വ്യൂവിൻ്റെ മുകളിൽ വരച്ച്. ഇപ്പോൾ ഈ എ ബി ആണ്. പിന്നെ അതുകൂടെ എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ ഓക്കെ, അത് ഈ ഒരു പോയിന്റിലാണ് ഒന്ന് മീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ പോയിന്റ് ആയിരിക്കും അതിൻ്റെ എച്ച് ടി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ മേക്ക് ചെയ്യുന്ന ആംഗിളാണ് തീറ്റ. ഓക്കെ, നമുക്ക് ഓരോ പാരാമീറ്റേഴ്സ് മെഷർ ചെയ്യാം. നമുക്ക് ചോദിക്കുന്ന ട്രൂ ലെങ്ത് ആണ്. ഓക്കെ, ഫസ്റ്റ് ട്രൂ ലെങ്ത് മെഷർ ചെയ്യാം. ട്രൂ ലെങ്ത് എന്ന് പറഞ്ഞാൽ ഈ രണ്ട് എ ബിയുടെയും ലെങ്ത് സെയിം ആയിരിക്കും. അതിലേതെങ്കിലും ഒരു ലെങ്ത് മെഷർ ചെയ്താൽ മതി. ഓക്കെ, നമ്മൾ പീക്ക് ലെങ്ത് മെഷർ ചെയ്യുമ്പോൾ 2 തൊട്ട് ഓൾമോസ്റ്റ് ഒരു 88 mm ആണ് ട്രൂ ലെങ്ത് കിട്ടുക. അപ്പോൾ നമ്മൾ ട്രൂ ലെങ്ത് മാർക്ക് ചെയ്യാം. ട്രൂ ലെങ്ത് എന്ന് പറയുന്നത് 88 mm ആണ്. ദെൻ നമ്മുടെ ചോദിക്കുന്നത് തീറ്റ 5 ആണ്. തീറ്റ എന്ന് പറഞ്ഞാൽ വി ടി അല്ല എച്ച് ടിയുടെ മേക്ക് ചെയ്യുന്ന ആംഗിളാണ് തീറ്റ. ഓക്കെ, നമുക്ക് ഫസ്റ്റ് തീറ്റ നോക്കാം. തീറ്റ നമുക്ക് കിട്ടിയിരിക്കുന്നത് 30 ഡിഗ്രി ആണ്. ഓക്കെ, തീറ്റ 30 ഡിഗ്രി. ദെൻ 5 നോക്കാം. വി ടിയുടെ അവിടെ മേക്ക് ചെയ്യുന്ന ആംഗിളാണ് 5. വി ടിയുടെ ആംഗിൾ മെഷർ നമുക്ക് കിട്ടുന്നത് 1920. ഓക്കെ, 20 ആണ് കിട്ടിയത്. 5 = 20 ഡിഗ്രി. ഓക്കെ, ഇത്രയും ചെയ്യുമ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആണ്. നമുക്ക് ചോദിച്ചിരിക്കുന്ന ട്രൂ ലെങ്ത് തീറ്റ 5 ആംഗിൾസ്, ട്രൂ ഇൻക്ലിനേഷൻ ട്രൂ ലെങ്ത് ആണ് ചോദിച്ചിരിക്കുന്നത്. ദെൻ ട്രേസസ് ലൊക്കേറ്റ് ചെയ്യാം. നമ്മൾ പ്ലെയിൻ റൊട്ടേഷൻ മെത്തേഡ് വഴിയാണ് ചെയ്ത് 2 ട്രേസ് ലൊക്കേറ്റ് ചെയ്തു. തീറ്റ 5 ഫൈൻഡ് ഔട്ട് ചെയ്തു. ലൈൻ റൊട്ടേഷൻ വെച്ചും ചെയ്യാം. സിമിലർ ആയിട്ട് തന്നെ ആൻസർ വരും. ഓക്കെ, നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് മൊഡ്യൂൾ 2ൻ്റെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.